श्रीयुतपदकमलं श्रीगुरुं वैष्णवां च श्रीरूपं सहस्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ചില പ്രഭുപാദിക്ക് ചില ഗുരുദേവക്ക് അങ്ങനെ എന്താ കോടി വൈഷ്ണവന്തി ജയന്ത ഗോത്സനാണ് പ്രവന്ദ ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റുന്നുണ്ടോ മാതാജി? ഓക്കെ, ഹരിബോൾ ഹരേ കൃഷ്ണ. അപ്പൊ ഇന്നത്തെ നമ്മളുടെ ക്ലാസ് ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ അതന്നെ അധ്യായം 4 അതില് കംസന്റെ ക്രൂരകൃത്യങ്ങളുടെ ആരംഭമാണ്. അവിടെ നമ്മൾ ദ്രോഹപ്രവർത്തികൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. നമ്മൾ ഇപ്പം അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഭഗവാൻ മധുരയില് അല്ലെ കംസന്റെ കാരാഗ്രഹത്തില് ജന്മമെടുത്തു. ആ സമയത്ത് ഗ്രഹങ്ങളെല്ലാം തന്നെ താരകങ്ങളെല്ലാം തന്നെ അതിൻ്റെ യഥാർത്ഥ ഗ്രഹനിലയിലൊക്കെ വന്ന് നിന്നു. അങ്ങനെ ആ രോഹിണി നക്ഷത്രത്തിൽ ഭഗവാൻ ഭൂജാതനായി. ആ സമയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഭൂമിയിൽ പോലും അല്ലെ ശുഭസൂചകങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. ജലാശയങ്ങളൊക്കെ നിറഞ്ഞൊഴുകി അല്ലെ, പകല് വിരിയുന്ന പൂക്കൾ പോലും രാത്രിയിലും വിരും. ആ അർദ്ധരാത്രിയിൽ അല്ലെ, താമരയൊന്നും ഒരു കാലത്തും ഒരിക്കലും സൂര്യപ്രകാശം ഇല്ലെങ്കിൽ ഉണ്ടാവില്ല, വിടരില്ല. പക്ഷേ ആ താമരയും മാമ്പലും അങ്ങനെ പുഷ്പങ്ങളൊക്കെ ജലാശയങ്ങളൊക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകി, അതുപോലെ തന്നെ ഇപ്രകാരം നിറഞ്ഞൊഴുകി, അതുപോലെ തന്നെ ജനഹൃദയ മനസ്സുകളും ഒഴുകി എന്നൊക്കെ കണ്ടു. അതുപോലെ തന്നെ ഋഷീശ്വരന്മാരുടെ യജ്ഞശാലകൾ വളരെയധികം കാലമായിട്ട് ആ ഹോമകുണ്ടങ്ങളൊന്നും എരിഞ്ഞുണ്ടായിരുന്നില്ല. അവിടെ താനേ അഗ്നികുണ്ടങ്ങളൊക്കെ എരിഞ്ഞു. അതുപോലെ തന്നെ ആകാശത്ത് ദുന്ദുബി ഉണ്ടായി. അതെന്ന് പറഞ്ഞാൽ മൃദംഗങ്ങളും കരതാലകളും അതെല്ലാം തന്നെ സ്വയം ആരും ദേവന്മാർ പ്രവർത്തിപ്പിക്കാതെ പോലും അതൊക്കെ പ്രവർത്തനങ്ങൾ തുടങ്ങി. അപ്പൊ ഇതുപോലെ ആണ് ഭക്തി ഭഗവാനിൽ അത് സൂചിപ്പിക്കുന്നത്. ഭഗവാനോടുള്ള ഭക്തി നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളിലും ആ ആനന്ദപൂർണമായിട്ടുള്ള ആ ഭാവപ്രകടനങ്ങളൊക്കെ സ്വയമേവ ഉണ്ടാവും എന്ന് പറയാം. പക്ഷേ നേരെ മറിച്ച് അസുരന്മാർക്ക് മാത്രം അല്ലെ, അവർക്കെന്താ മന്ദത ഉണ്ടായി, ഉറക്കമുണ്ടായി. അവർക്കൊക്കെ അവരുടെ ബുദ്ധി എങ്ങനെയാ സ്വയം നശിക്കുന്നത് പോലെ ആയിപ്പോയി എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഭാഗവതം മനസ്സിലാക്കി തരുന്ന എന്താണെന്ന് വെച്ചാല്, ഭഗവാനോട് വിമുഖതയുള്ളവർക്ക് ഭഗവത് സാന്നിധ്യം ഒരിക്കലും അനുഭവിക്കാൻ സാധിക്കില്ല എന്ന് പറയാം. അപ്പോൾ ഇതില് അങ്ങനെയുള്ള സിറ്റുവേഷനാണ്. നമ്മൾ പറഞ്ഞു അവിടുന്ന് വസുദേവര് നന്ദഗോകുലത്തിൽ നന്ദഗോപരുടെ അടുത്ത് അവിടെ യശോദാമായുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഭഗവാനെ കിടത്തി. അവിടുന്ന് അവിടെ ജനിച്ച യോഗമായയെ തിരിച്ച് വസുദേവരുടെ കാരാഗ്രഹത്തിലേക്ക് കംസന്റെ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുവന്ന് ദേവകിയുടെ അടുത്തും കിടത്തി എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ യോഗമായ അതിനു മുൻപ് തന്നെ ഭഗവാൻ ജന്മം കൊള്ളുന്നതിന് മുൻപ് തന്നെ ഇതെല്ലാം തന്നെ ഭഗവാൻ ആസൂത്രണം ചെയ്തിരുന്നു. യോഗമായയെ വിളിച്ചു. ആ യോഗമായയോട് ഈ പറയുന്ന രീതിയിലൊക്കെ അല്ലെ, എവിടെ തൊട്ടേ തുടങ്ങി?
ബലരാമസ്വാമിയുടെ ആ ജനന സമയത്ത് തൊട്ട് തന്നെ ആക്ച്വലി തുടങ്ങി. എന്താ പറഞ്ഞേ, അത് സന്നികർഷിച്ചെടുത്ത് സംഘർഷണമാക്കും അല്ലെ. സംഘർഷണം എന്ന് പേര് വന്നത് അങ്ങനെ. എവിടുന്ന് ദേവകിയുടെ ഗർഭത്തിൽ നിന്നും അതിനെ സന്നിവേശിച്ചെടുത്തിട്ട് എവിടെ കൊണ്ടാക്കാൻ പറഞ്ഞു അതിനെ അല്ലെ, രോഹിണിയുടെ ഗർഭത്തിലാക്കാൻ പറഞ്ഞു. അതായത് വസുദേവരുടെ മറ്റൊരു പത്നിയാണ് രോഹിണി. അപ്പൊ ഈ രോഹിണി അതുപോലുള്ള നമ്മള് ഭാഗവതത്തിൽ വായിക്കുന്നുണ്ട്, കുറെ ആൾക്കാര് യദുക്കളിൽ തന്നെ കുറെ ആൾക്കാർ അവിടുന്ന് പലായനം ചെയ്തിരുന്നു. അത് ഈ കംസന്റെ ദുഷ്പ്രവർത്തികൾ കണ്ടും കേട്ടും സഹികെട്ട് അവരെ കുറെ പേരൊക്കെ അവർ പല പല സ്ഥലങ്ങളിലേക്ക് അവര് ചിന്നിച്ചെതറി പോയി കഴിഞ്ഞിരുന്നു. അപ്പൊ അതിൽ അങ്ങനെ രോഹിണി മാത എവിടെ വന്നിരുന്നു, ഇവിടെ നന്ദഗോപ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടുന്ന് ബലരാമസ്വാമി ഇങ്ങോട്ട് സംഘർഷിച്ച് സന്നിവേശിച്ചപ്പോൾ എടുത്തതൊക്കെ പറയും. അപ്പോൾ അത് ആ സമയത്ത് തന്നെ യോഗമായയുടെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. പെട്ടെന്നൊന്നും ആയിരുന്നില്ല. അതിനുശേഷമാണ് യോഗമായ തന്നെ പോയിട്ട് അവിടെ യശോദാമായ ഗർഭത്തിൽ വന്നു. അങ്ങനെ അവിടെ ആ പെൺകുട്ടി ജനിക്കുന്നു. പക്ഷേ ഈ യോഗമായയുടെ തന്നെ മറ്റൊരു പ്രവർത്തനമായിരുന്നു. യശോദാമയ്യ അറിയുന്നില്ല ഏത് കുട്ടിയാ ജനിച്ചതെന്ന്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ജനിച്ചതെന്നൊന്നും ആർക്കും തന്നെ അറിയില്ല. കുട്ടി ജനിച്ചോ അത്രമാത്രം. അതുകൊണ്ടാണ് തിരിച്ചെടുത്തോണ്ട് പോയിട്ടും അറിയാതിരുന്നത്. അവിടെ ആൺകുട്ടിയാണോ ജനിച്ചത് പെൺകുട്ടിയാണോ ജനിച്ചതൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പൊ ഇതൊക്കെ തന്നെ യോഗമായയുടെ പ്രവർത്തനങ്ങൾ, അതെല്ലാം തന്നെ ഭഗവാന്റെ അനുസരിച്ചായിരുന്നു എന്ന് നമുക്ക് ഭാഗവതം കാട്ടിത്തരുന്നു. ഇവിടെ അതിനുശേഷമാണ്. അപ്പോൾ അതിനുശേഷം ഇത്രയും കുട്ടികളെ ഒക്കെ കൊന്നു കഴിഞ്ഞു അല്ലെ, കംസൻ കൊന്നു കഴിഞ്ഞു. അപ്പോ കുട്ടി ജനിച്ചു എന്ന്, അതായത് യോഗമായെ കൊണ്ടുവന്ന് വസുദേവർ അവിടെ കൊണ്ടുവന്ന് ദേവിയുടെ അടുത്ത് കിടത്തിയപ്പോഴത്തേക്ക് കുട്ടി കരഞ്ഞു. കുട്ടി കരയുന്ന ശബ്ദം കേട്ടപ്പോഴത്തേക്ക് എല്ലാ പട്ടാളക്കാരും കാവൽക്കാരൊക്കെ ഉണർന്നു ഓടിച്ചെന്ന് കംസനെ അറിയിച്ചു. സത്യത്തിൽ കംസൻ ഉറങ്ങിയിട്ടില്ല, എന്നിട്ട് വേണമല്ലോ ഉണരാൻ. അപ്പൊ എത്ര കാലമായി ഉറങ്ങാതല്ലേ, കാരണം ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും കുളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എന്ന് വേണ്ട ഉടുക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ തന്നെ ഏത് സമയവും എപ്പോഴാണ് കൃഷ്ണനെ കൊല്ലാൻ വരുന്നത് തൻ്റെ ഘാതകനെ ഓർത്തിട്ട് ഭയപ്പെട്ട് തന്നെ ജീവിച്ചിരുന്ന ഒരവസ്ഥയായിരുന്നുവല്ലോ കംസന്. അപ്പൊ പിന്നെ ഉറങ്ങിയിട്ട് ചാടി എഴുന്നേറ്റോടൊന്നും വരില്ല. എപ്പോഴും ജാഗ്രതയായിട്ട് ഇരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഓടി അവിടേക്ക് എത്തുകയാണ് ചെയ്തത്. എന്നിട്ട് ആ കുട്ടിയുടെ കാല് പിടിച്ച് എടുക്കുന്ന സമയത്ത് ദേവകി മാത അനേകം യാചിക്കുന്നുണ്ട്. ഇതൊരു പെൺകുട്ടിയല്ലേ, 8ാമത്തെ കുട്ടി ആൺകുട്ടിയല്ലേ കൊല്ലൂ എന്ന് പറഞ്ഞുള്ളൂ, ഇതൊരു പെൺകുട്ടിയല്ലേ, ഈ കുട്ടിയെങ്കിലും എനിക്ക് തരണം, എനിക്ക് മാതൃവാത്സല്യം നിറഞ്ഞിട്ടുള്ള ആ സ്നേഹം പകർന്നു കൊടുക്കാൻ എനിക്ക് കുട്ടിയെ വിട്ടു തരണമെന്ന് പറഞ്ഞിട്ട് വളരെയധികം യാചിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കംസൻ ഇതൊന്നും ചെവിക്കൊള്ളുന്നില്ല. അതിനൊന്ന് അറച്ചു കംസൻ, ശരിയാണല്ലോ പെൺകുട്ടിയാണല്ലോ എന്നൊക്കെ. അത് മായയുടെ മറ്റൊരു പ്രവർത്തനം അദ്ദേഹത്തിൽ കാഴ്ചവെച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ അതിനെ തിരിച്ച് അനുഭവിച്ചറിഞ്ഞിട്ട് ആ പെൺകുട്ടിയെയും കൊണ്ടിട്ട് കൊല്ലുവാനായിട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ പക്ഷെ ആ സമയത്താണ് ഈ പെൺകുട്ടി തൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകുകയും ആകാശത്തേക്ക് പോയിട്ട് 8 കൈകളോട് കൂടിയിട്ട് അത് മായാദേവിയായിട്ട് ദുർഗാദേവിയായിട്ട് മാറുകയും അത് ശംഖ് ചക്ര ഗദാ പത്മങ്ങളുണ്ട്. പക്ഷെ വാള് പരിച അങ്ങനെയൊക്കെയുള്ള ആയുധധാരിയായിട്ട് ആയുധങ്ങൾ ധരിച്ചിട്ട് പുഷ്പമാലങ്ങളൊക്കെ അണിഞ്ഞിട്ട് അതൊരു അതീവ സുന്ദരി, പക്ഷെ ഈ ആയുധങ്ങളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു കയ്യിൽ എന്ന് പറയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു യോഗമായിട്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ ഘാതകൻ ജനിച്ചു കഴിഞ്ഞു, തിരഞ്ഞു കൊള്ളുക കംസ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം പെട്ടെന്ന് കംസനൊരു മനം മാറ്റം ഉണ്ടാവുന്നുണ്ട്. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കംസൻ വന്നിട്ട് തിരിച്ചു വന്ന് വസുദേവരോടും ദേവകിയോടും യാചിക്കുന്നുണ്ട്, അതായത് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. ഞാൻ ചെയ്തത് തെറ്റായി പോയി, നടന്നതെല്ലാം തന്നെ വിധിവശാൽ വന്നതാണ്, വസുദേവരത് മനസ്സിലാക്കണമെന്നും ഇത് ഈശ്വര നിശ്ചയമാണെന്നും ഒക്കെ. അപ്പോൾ കംസന് തോന്നുന്നുണ്ട്, ഈ സ്വർഗവാസികള് കള്ളം പറഞ്ഞതാണോ,
സ്വർഗവാസികൾ ഇങ്ങനെ കള്ളം പറയുമോ? പക്ഷെ കാരണം എട്ടാമത്തെ കുട്ടി ആൺകുട്ടിയാണെന്നും അത് തന്നെ കൊല്ലുമെന്നും ആണല്ലോ പറഞ്ഞത്. പക്ഷെ ഇത് പെൺകുട്ടിയായി പോയല്ലോ. അപ്പൊ സ്വർഗവാസികളും കള്ളം പറഞ്ഞു തുടങ്ങിയോ എന്നൊക്കെ വിചാരിച്ചിട്ട്, അപ്പോൾ ആ കുഞ്ഞുങ്ങളെയൊക്കെ അപ്പൊ ഞാൻ നിഗ്രഹിച്ചത് പാവപ്രവൃത്തിയായി പോയോ എന്നൊക്കെ ഒരു നിമിഷം അദ്ദേഹത്തിന് തോന്നുകയുണ്ടായി. അതിനുശേഷം ദേവകി വസുദേവന്മാരുടെ അടുത്ത് വന്നിട്ട് മാപ്പ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മഹാത്മാക്കളാണ്, നിങ്ങളെ ഉപദേശിക്കാമെന്നൊന്നും എനിക്കാവില്ല, പക്ഷെ ഞാൻ നിങ്ങളോട് മാപ്പ് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നത് തെറ്റായി പോയി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വസുദേവർ അതിനു മുൻപ് എങ്ങനെയാണോ സമാശ്വസിപ്പിച്ച ബുദ്ധി ഒക്കെ ഉപദേശിച്ചു കൊടുത്തത് ദേവകിയെ കൊല്ലാൻ പുറപ്പെട്ട സന്ദർഭത്തിൽ, അതുപോലെ തന്നെ തിരിച്ചങ്ങോട്ടും തത്വശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് ശരീരത്തിന് ബന്ധമില്ലെന്നോ ആത്മാവിനെ കൊല്ലാൻ ആർക്കും സാധിക്കില്ല, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് സോദരിയായിട്ടുള്ള ദേവകി, എനിക്ക് മാപ്പ് തരണം, നീ അത്യന്തം ദയാലുവാണ്, നിങ്ങൾ ദയാലുവാണ്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കൂ, ഞാൻ വരുത്തി വെച്ച ആ പുത്രദുഃഖങ്ങളിൽ ഒന്നും എന്നോട് വെറുപ്പുണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സമാധാനപ്പെട്ടിട്ട് വന്നു. പക്ഷേ ആ രാത്രി പുലർന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? തൻ്റെ മന്ത്രിമാരെയൊക്കെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഒരു സഭ കൂടി. അപ്പോഴാണ് ആ മന്ത്രിമാര് പറഞ്ഞു കൊടുത്തു. അപ്പൊ തിരിച്ച് ദേവകി വസുദേവനും അവരും ശാന്തരായി. അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയി. അപ്പൊ മഹാത്മാക്കൾ അങ്ങനെയാണല്ലോ, ശരിക്കും പരിശുദ്ധ ഭക്തന്മാരങ്ങനെയാണ്. എത്രത്തോളം തങ്ങളെ ദ്രോഹിച്ചാലും ക്രൂരകൃത്യങ്ങൾ ചെയ്തായാലും ശാരീരികമായാലും മാനസിക പീഡ നൽകിയാലും ശരി, ഒരാൾ മാപ്പ് ചോദിച്ചു കഴിയുമ്പോൾ അവരെല്ലാം മറക്കും. ആ ഭഗവത് കാരുണ്യം കൊണ്ടിട്ട് അവർക്ക് ഏത് തീവ്രതയെയും പെട്ടെന്ന് തന്നെ ശമിപ്പിക്കാനുള്ള കഴിവ് പരിശുദ്ധ ഭക്തന്മാർക്കുണ്ട്. അത് ഭഗവാന്റെ ഒരു കാരുണ്യാണ്. എന്തെന്ന് വെച്ചാൽ അവർ ഭഗവാനെ അത്രത്തോളം ഉള്ളിൽ അറിഞ്ഞ് നാമജപാദികൾ നടന്ന സാധന, അവരുടെ സാധന അത്രത്തോളം ശ്രേഷ്ഠമായിരിക്കുന്നത് കൊണ്ടിട്ടാണ് അവർക്ക് ആ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നത്. ആരോടും വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നും ഉണ്ടാവില്ല, നിലനിൽക്കില്ല. അത് ശാശ്വതമായിട്ടൊന്നും, പെട്ടെന്ന് തന്നെ ഒരു ക്ഷണികമായിരിക്കും അതൊക്കെ. അങ്ങനെ അവരതെല്ലാം മറന്നിട്ട് അവർ പുഞ്ചിരിയോടുകൂടി തന്നെ കംസനെ സമാധാനിപ്പിച്ച് അയച്ചു. അപ്പോൾ എല്ലാവരും അജ്ഞതയായിട്ടാണ് പിറക്കുന്നത്. അപ്പോൾ ജീവാത്മാക്കൾക്കെല്ലാം ഉള്ളൊരു സവിശേഷതയാണ് അജ്ഞത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഭൗതിക ശരീരമാണ് അവർ ആത്മാവെന്ന് ധരിക്കുന്നു, അതുകൊണ്ടൊക്കെ വന്നു പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സമാധാനപ്പെടുത്തി അയക്കുന്നു കംസനെ. അങ്ങനെ പോയതിന് ശേഷമാണ്. പക്ഷേ പിറ്റേന്ന് കംസൻ എന്ത് ചെയ്തു? തൻ്റെ ഉപദേഷ്ടാക്കളെ ഒക്കെ വിളിച്ചു വരുത്തി അവർ സഭ കൂടിയപ്പോൾ ആണ് ഈ അസുരന്മാരെല്ലാം കൂടെ കുത്തിത്തിരിപ്പില് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നു, യജമാനെ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്, അറിവോ ഇങ്ങനെ ഈ ദേവന്മാരെല്ലാം തന്നെ ഭയങ്കര എന്താ പറയുക കണ്ണിങ്ങാണ്, അവര് കൗശലങ്ങളൊക്കെ പ്രയോഗിക്കും, അതിലൊന്നും വിശ്വസിക്കരുത്, അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഈ 10 ദിവസത്തിനുള്ളിൽ ജനിച്ച എല്ലാ ശിശുക്കളെയും കൊല്ലണം എന്നാണ്. ഏത് സ്ഥലത്തായാലും ശരി ആ കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുന്നതിനുള്ള ഏർപ്പാടുകളൊക്കെ നമുക്ക് ഉടനെ തന്നെ ചെയ്യണം. വിവേചനപരമായിട്ട് ഈ പദ്ധതി നടപ്പാക്കണം. അതിന് അവർ ഉദാഹരണ സഹിതം പറയുന്നു. ഒരു രോഗം വന്നാൽ ആ രോഗത്തെ തടയണമെന്നല്ലേ, അതിനെ ഉന്മൂലനാശനം ചെയ്യണം എന്നൊക്കെ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ യുദ്ധം അതുപോലെ തന്നെയാണ് ഈ ദേവന്മാരൊക്കെ തന്നെ എന്താണ് തങ്ങളുടെ യജ്ഞശാലകളിലും യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രേഷ്ഠമായ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യും. അതുകൊണ്ട് അത് ഉൽപ്പാദിപ്പിക്കുന്ന പശുക്കളെ പോലും അല്ലേ, അപ്പോൾ പശുക്കളെ യജ്ഞം ചെയ്യുന്ന ബ്രാഹ്മണരെ, പശുകുലത്തിനെ എന്ന് വേണ്ട ശ്രേഷ്ഠമായിട്ടുള്ളത് ഒരു രാജ്യത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നശിപ്പിക്കണം എന്നുള്ള നാശചിന്ത അദ്ദേഹത്തിലേക്ക് കുത്തിവെച്ചു.
അപ്പോൾ അങ്ങ് ഓർക്കുന്നില്ലേ, അങ്ങയോട് ഏറ്റുമുട്ടാനായിട്ടുള്ള തത്രപ്പാടില് ദേവന്മാർ നമ്മുടെ അടുത്ത് നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ടിട്ടുള്ളത് എത്രയോ പേര് നമ്മളുടെ മുന്നിൽ, അങ്ങയുടെ മുന്നിൽ വരാൻ മടിച്ചു നിന്നിട്ടുള്ളത്, അങ്ങയെ പേടിച്ച് ഇന്നും പുറത്തു വരാതിരിക്കുന്നത്. വിഷ്ണു ഭഗവാൻ ഓരോ ജീവാത്മാക്കളുടെ ഉള്ളിൽ കടന്നിരുന്നിട്ട് പുറത്തേക്ക് വരുന്നില്ല അത്രേ, കംസനെ പേടിച്ചിട്ട്. നോക്കൂ, ആ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ആ തീക്ഷ്ണത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ബ്രഹ്മദേവനാണെങ്കിൽ അദ്ദേഹം തപസ്സായിട്ട് അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നു. ശിവനാണെങ്കിൽ എല്ലാ കർമ്മങ്ങളും ത്യജിച്ചിട്ട് വെറുതെ ഇരിക്കുന്നു, അങ്ങ് ത്യജിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ എല്ലാ വിധത്തിലും ഇപ്രകാരം ആ മനസ്സിനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നോ അതിനുള്ള ഉപാധികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആ കംസനെ മാറ്റിയെടുത്തു. അങ്ങനെ അതുകൊണ്ടിട്ട് ഇങ്ങനെയുള്ളവരെ ഒന്നും നമുക്ക് അവഗണിക്കാൻ പാടില്ല. നമ്മളോ എങ്ങനെയാ, നമുക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല, ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ധീരന്മാരാണ്. ഏതവസരത്തിലും എപ്പോഴും എങ്ങനെയും എല്ലാവരെയും നശിപ്പിക്കാൻ തക്ക ശക്തി ഉള്ളവരാണ് നമ്മൾ. ദേവന്മാര് ശക്തിഹീനന്മാരാണെന്ന് അങ്ങേക്ക് അറിയില്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരെപ്പോഴും നമ്മുടെ സ്ഥിരം ശത്രുക്കളുമാണ്. അതുകൊണ്ടിട്ട് ആ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം അസുരന്മാര് പിന്നെയും പറഞ്ഞു, ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുക്കുന്നു. ശരീരത്തിന് ബാധിച്ചിരിക്കുന്ന രോഗം കണ്ടില്ലെന്ന് വെച്ചാല്, അല്ലെങ്കിൽ അത് ചികിത്സ ചെയ്യാൻ വയ്യാത്ത രീതിയിലേക്ക് അതെത്തും. അതുപോലെയാണ് ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കാതെ അങ്ങനെ കയറൂരെ വിട്ടാല് അതൊക്കെ അവയെ നിലയ്ക്ക് നിർത്താൻ പിന്നീട് പ്രയാസമായി തീരും. അതുകൊണ്ടിട്ട് കീഴടക്കാൻ അസാധ്യമാകുന്ന രീതിയിൽ ദേവന്മാരെ ശക്തി സംഭരിക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ അവരെ നശിപ്പിച്ചിരിക്കണം. അതിൽ ശ്രദ്ധ വെക്കണം. ഈ കാരണം ശ്രദ്ധ വെക്കണം, അത് നശിപ്പിക്കണം എന്ന് പറയാൻ കാരണം ഈ ദേവന്മാരുടെ ശക്തിക്ക് ആധാരം എന്ന് പറയുന്നത് ഈ വിഷ്ണുവാണ്. അപ്പോൾ വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തുകയാണ് ധർമ്മതത്വങ്ങളുടെ ഒക്കെ ആത്യന്തിക ലക്ഷ്യം. അപ്പൊ അത് വേദ അനുശാസനങ്ങളാണ്. അപ്പൊ ബ്രാഹ്മണര്, ഗോക്കള്, വ്രതങ്ങള്, യാഗങ്ങള്, ധാർമ്മിക പ്രവർത്തനങ്ങള്, ധനവിതരണം എല്ലാം ഭഗവാൻ വിഷ്ണുവിൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ വേദജ്ഞാനത്തിന്റെ ചുമതലയൊക്കെ വഹിക്കുന്നത് മുഴുവനും ആരാണ്? ഈ ബ്രാഹ്മണരും യാഗങ്ങളുടെ ഒക്കെ അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണരും പശുക്കളും ഒക്കെയാണ്. അപ്പൊ അതും നശിപ്പിക്കുന്നു. കുട്ടികളെ മാത്രമല്ല, നോക്കൂ, പറഞ്ഞില്ലേ, എന്തൊക്കെ പുരോഗതിക്ക് ഉതകുന്നത് രാജ്യത്തുണ്ടോ അതൊക്കെ നശിപ്പിക്കണം എന്നുള്ളതാണ് അസുരന്മാരുടെ. ഇതാണ് അസുരന്മാരുടെ ചിന്താഗതി. ഒരിക്കലും പുരോഗമനപരമായിട്ടുള്ള ആധ്യാത്മിക ഉന്നതിക്കോ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഉന്നതിക്കോ ഉള്ള ഒരു ഗതിയും വരുത്താൻ അവർ സമ്മതിക്കില്ല. എത്രത്തോളം കഷ്ടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുത്താമോ അതിനെ എങ്ങനെ വരുത്തണം എന്നുള്ള കാഴ്ചപ്പാടാണ് അവർ മുന്നോട്ട് വയ്ക്കുക. അങ്ങനെ അപ്പോൾ ഈ ശിവനും എന്താ പറയുക, ബ്രഹ്മാവും ദേവന്മാരൊക്കെ ഉൾപ്പെടെ ആയിട്ടുള്ള അവരുടെയൊക്കെ നായകനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനെ അല്ലെങ്കിൽ കൊല്ലുക തന്നെ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം മാത്രമല്ല, മഹർഷിമാരെ, ബ്രാഹ്മണരെ, പശുക്കളെ എല്ലാത്തിനെയും പീഡിപ്പിക്കുകയും വേണം. പീഡിപ്പിച്ചു കൊല്ലണം. നോക്കൂ, അത്രയ്ക്കാണ് ആ ഒരു വൈരാഗ്യ ബുദ്ധി ഉദിക്കുന്നത് ഇങ്ങനെയുള്ള ഈ ഭഗവത് വിമുഖന്മാരായിട്ടുള്ള ശത്രുക്കൾക്ക് വരുന്ന അല്ലെങ്കിൽ അസുരന്മാർക്ക് വരുന്നത്. അതാണല്ലോ അസുരന്മാരുടെ തന്നെ പ്രത്യേകത. എന്താണ് അസുരന്മാരെന്ന് പറഞ്ഞാൽ, അവരുടെ രൂപത്തിലും ഭാവത്തിലും ഒന്നുമല്ല, ഭഗവാന് വിമുഖരായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ളവരെയാണ് ഈ അസുരന്മാരെന്ന് പറയാം. ഭഗവാനോട് അനുരക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഭഗവാന് സംതൃപ്തി തരുന്ന തരത്തിലുള്ള കാഴ്ചകൾ, ഭാവങ്ങൾ പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് ദേവന്മാര്. ഇതാണ് രണ്ട് തരത്തിലുള്ള വ്യത്യാസം ഉള്ളത്. അല്ലാതെ ആരുടെയും രൂപഭാവത്തിലോ ഒന്നിലോ അല്ല. അവര് ഏത് തരത്തില് ഭഗവാനോട് നിൽക്കുന്നു അതാണ് ആസുരികത്വം ഉണ്ടാകുന്നത്. അത് മനുഷ്യരായാലും ശരി, ഏത് ജീവജാലങ്ങളായാലും ശരി, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഈ തരത്തിലൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ എന്താ, കംസൻ ഓർഡർ ഇടുകയാണ് ചെയ്യുന്നത്, ഇങ്ങനെ കുട്ടികളെ കൊല്ലാനായിട്ടൊക്കെ ഉള്ള ഓർഡർ ഇടുന്നു. അപ്പൊ ഇവിടെ ആ സമയത്ത് വീണ്ടും
ദേവകി വസുദേവന്മാര് വീണ്ടും കഷ്ടപ്പാടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവർക്ക് യഥാർത്ഥത്തിൽ അപ്പൊ ഇവിടെ നമുക്ക് പ്രത്യേകം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് സത്സംഗം അല്ലേ, സത്സംഗത്തിന്റെ പ്രാധാന്യം ഇവിടെ നമുക്ക് വളരെ ശ്രേഷ്ഠമായിട്ട് കാണാൻ പറ്റുന്ന ഒരു അത് പറയും സാധുസംഘ സർവശാസ്ത്ര കയ അല്ലെ, ലവമാത്ര സാധുസംഘ സർവസിദ്ധിഹയ എന്ന് പറയുന്നുണ്ട്. അത് ഒരു ലവമാത്ര സാധുസംഘം സത്സംഗം കിട്ടിയാൽ അത്യുന്നതമായിട്ടുള്ള ശ്രേഷ്ഠമായ സൽക്കർമ്മങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട്, അതേപോലെ തന്നെയാണ് ലവമാത്ര അസത്സംഗം കിട്ടിയാലും ആ തരത്തിലേക്ക് പോകും, താഴ്ന്ന തരത്തിലേക്ക് പോയി ദുഷ്പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ സത്സംഗം വേണം, സത്സംഗം അത്യാവശ്യമാണെന്നും ശ്രീമദ് ഭാഗവതം ആയാലും ഭഗവത്ഗീത ആയാലും ഒക്കെ ഉത്കർഷിക്കുന്ന ഒരേ ഒരു കാര്യം എന്നാൽ സത്സംഗം വേണം. നമുക്ക് സത്സംഗം ഇല്ല വെച്ചാൽ ഒരിക്കലും ആധ്യാത്മിക ഉന്നതി ഉണ്ടാവില്ല. ആധ്യാത്മിക പുരോഗതിക്ക് ഏക മാർഗം എന്ന് പറയുന്നത് സത്സംഗമാണ്. സത്സംഗത്തെ ഉത്സംഗത്വം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് രാമായണത്തിലും കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ, സത്സംഗം നല്ല ശ്രേഷ്ഠ, കൗസല്യേക്കാളും ഒക്കെ ശ്രേഷ്ഠമായിട്ടായിരുന്നു, ശ്രേഷ്ഠമായിട്ടുള്ള മനോഭാവം ഉള്ള ഒരു വ്യക്തി ആയിരുന്നു കൈകേയി. മോശമായിരുന്നേ ഇല്ല. സുമിത്രയെക്കാളും അതുപോലെ തന്നെ കൗസല്യേക്കാളും ശ്രേഷ്ഠമായിരുന്നു സ്വഭാവ രൂപീകരണത്തിൽ, സ്വഭാവ ഗുണത്തിലൊക്കെ കൈകേയി. പക്ഷേ മന്ദര എന്ന വ്യക്തിയുടെ അസത്സംഗത്തിൽ പെട്ടുപോയത് കൊണ്ടിട്ടാണ് കൈകേയി എന്നും അല്ലെ, എന്നേക്കും ചരിത്രത്തിലും ഒക്കെ എന്നെന്നും ആ ദുഷിച്ച ഒരു സ്ത്രീയെ പോലെ ആയിപ്പോയത്. എന്തുകൊണ്ടാണ്? തൻ്റെ മനോവൃത്തികള് ഭംഗിയായി നടത്തിയിരുന്ന വ്യക്തി അതെല്ലാം ദുഷ്കൃതമായി പോകാൻ കാരണം ഈ അസത്സംഗം കൊണ്ടാണ്. അപ്പോൾ അത് എവിടെയും കാട്ടിത്തരുന്നുണ്ട് അല്ലേ. നമുക്ക് സത്സംഗത്തിന് ഉത്തമ ഉദാഹരണം ഇവരിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാം. സത്സംഗത്തിന്റെ പ്രഭാവം എവിടെ കുറയുന്നുവോ അവിടെ അസത്സംഗം അതിന് ജന്മമെടുക്കും. ആ അസത്സംഗത്തിലൂടെ സൽക്കർമ്മങ്ങളുടെ നാശവും നമുക്ക് സംഭവിക്കും. അപ്പൊ അത് സംഭവിക്കാതിരിക്കും. ഈ കംസനായാലും ക്ഷണനേരം കൊണ്ട് തോന്നിയ ആ സൽഗുണ സമ്പന്നരായ വസുദേവരും ദേവകിയോടും സംസാരിച്ചപ്പോൾ ഇത്രയും ക്രൂരകൃത്യങ്ങളൊക്കെ അത്രയും കാലം ചെയ്തെങ്കിൽ പോലും അല്പമായിട്ടുള്ള ഒരു മാനസിക സംഘർഷം കുറഞ്ഞൊരു മനഃശാന്തി അല്പനേരത്തേക്കെങ്കിലും അദ്ദേഹത്തിൽ ഉണ്ടായി. നേരെ മറിച്ച് പിന്നീട് അങ്ങോട്ട് അസത്സംഗത്തിലേക്ക് വന്നപ്പോൾ ഈ അസുരന്മാരുടെ ചിന്താഗതിയും അതിലേക്ക് തൻ്റെ മനോഭാവത്തെ രൂപപ്പെടുത്തിയപ്പോഴത്തേക്ക്, അതിലേക്ക് കൊണ്ടിട്ടപ്പോഴത്തേക്ക് എന്തായി, പിന്നീട് ഒരിക്കലും ജീവന്റെ അവസാന നിമിഷം വരെയും ശാന്തിയോ സമാധാനമോ അറിയാനായിട്ട് കംസന് സാധിച്ചില്ല എന്നുള്ളതാണ്. ഭഗവാനെ നേരിൽ കണ്ടിട്ടും ഭഗവാന്റെ ആ കൈകളിൽ ഇരിക്കുമ്പോൾ പോലും ശാന്തിയോ സമാധാനമോ എന്തെന്നറിയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്തുകൊണ്ടാണ്? ആ അസത്സംഗത്തിന്റെ രൂക്ഷത കൊണ്ടിട്ടാണ്. അപ്പൊ ഇതിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? എപ്പോഴും ഭഗവാൻ കൃഷ്ണന്റെയോ അല്ലെങ്കിൽ കൃഷ്ണഭക്തരുടെയോ സത്സംഗം നമ്മളിൽ വളർത്തിയെടുക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് യമരാജാവിന്റെ ശിക്ഷയിൽ നിന്ന് പോലും രക്ഷപ്പെടാം എന്നാണ് ഭാഗവതം പറയുന്നത്. കാരണം നമുക്കിവിടെ അറിയാം, കംസൻ വിദ്യാഹീനനൊന്നും ആയിരുന്നില്ല, നല്ല വിദ്യയുണ്ട് അല്ലെ. രാവണന്റെ ഒന്ന് ആലോചിച്ച് നോക്കൂ, രാവണനോ നല്ല വിദ്യാഭ്യാസമുണ്ട് അല്ലെ, എല്ലാ വിധത്തിലുള്ള തത്വശാസ്ത്രങ്ങളും ഒക്കെ അറിയായിരുന്നു, അതിൻ്റെയൊക്കെ അത്യുന്നതിയിലായിരുന്നു, അതായത് പരമകോടിയിലായിരുന്നു. പക്ഷെ എന്ത് വേണം, പരമദരിദ്രനെ പോലെയുള്ള അവസ്ഥയിലേക്ക് എത്തിയതൊക്കെ എന്താണ്? ഈ ദുസ്സംഗം കൊണ്ട് തന്നെയാണ്. അപ്പൊ ദുസ്സംഗത്തിൽ ഏർപ്പെടാതെ ഇരിക്കാൻ ഏവരും ശ്രദ്ധിക്കണമെന്ന് നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. വസുദേവരെയും ദേവകിയുമായിട്ടുള്ള നടത്തിയ ആ പ്രകൃതി നിയമങ്ങളെക്കുറിച്ചും തത്വശാസ്ത്രങ്ങളെക്കുറിച്ചും ജീവന്റെയും ശരീരത്തിൻ്റെയും ഒക്കെയുള്ള ആ ഘടകങ്ങളെക്കുറിച്ചും അതിൻ്റെ വിചാര വികാരങ്ങളെയൊക്കെ കുറിച്ച് പറയുമ്പോൾ എവിടെ നിൽക്കുന്നു കംസൻ എന്ന് നോക്കുക. അപ്പോൾ ഒന്നും അവിദ്യ ആയിരുന്നില്ല അല്ലെ, വിദ്യയുള്ള ആളായിരുന്നു. പക്ഷെ എന്തു പറ്റി? പക്ഷേ ഈ ദുർമന്ത്രിമാരുമായിട്ടുള്ള സമ്പർക്കം കാരണമാണ് സ്വന്തം ക്ഷേമത്തെ കുറിച്ചിട്ട് ഒരു വ്യക്തമായിട്ടുള്ള തീരുമാനമൊന്നും എടുക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അയാൾ നാശത്തിലേക്ക് പോയി. അപ്പം
ഒരുവൻ തൻ്റെ യഥാർത്ഥമായിട്ടുള്ള മോക്ഷം ക്ഷേമം ആഗ്രഹിക്കുന്നെങ്കിൽ ഭക്തരോടും സാധുക്കളോടും സംസർഗം പുലർത്തുകയും അങ്ങനെ ജീവിതത്തിൻ്റെ ബദ്ധാവസ്ഥ മാറ്റിയെടുക്കുകയും ചെയ്യണം എന്നാണ് ചൈതന്യ ചരിതാമൃതവും ശ്രീമദ് ഭാഗവതും നമ്മുടെ ധർമ്മപരമായിട്ടുള്ള ഭഗവത്ഗീതയൊക്കെ നമുക്ക് ഉപദേശിച്ചിരുന്നത്. സത്സംഗം കൊണ്ട് നമുക്ക് ഉത്സംഗം നേടാൻ പറ്റും എന്ന് പറയാം. അപ്പോൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ വരുത്തും. അതുകൊണ്ട് സത്സംഗം ചെയ്യണം. സത്സംഗം ഇല്ലാതെ നമുക്ക് ഒരിക്കലും ആത്മീയ പുരോഗതി കൈവരിക്കാൻ സാധിക്കില്ല എന്നാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവും പറയുന്നത്. അപ്പം ഇത്രയൊക്കെ സമയം ആയി എന്ന് തോന്നുന്നു. ഇത്രയൊക്കെയാണ് ഇതിലൂടെ നമുക്ക് വിവരിക്കാനുള്ളതും മനസ്സിലാക്കാനുള്ളതും. അതുപോലെ തന്നെ ഒരു ഇതുകൊണ്ട് യോഗമായ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടു ഇങ്ങനെ അല്ലേ, യോഗമായയെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഹരേ കൃഷ്ണ മാതാജി. ഏതാണ് ശ്ലോകം വരുന്നത് മാതാജി? ശ്ലോകമല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ യോഗമായ മഹാമായ എന്താന്നുള്ള ഒരു ഡിസ്കഷൻ വന്നിരുന്നു. അപ്പൊ ആ യോഗമായയെ കുറിച്ചും നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഭഗവാന്റെ ജന്മത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് യോഗമായയോട് നിഷ്കർഷിച്ചപ്പോൾ യോഗമായ വന്നാണ് അതൊക്കെ ചെയ്തു കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ യോഗമായ എങ്ങനെയാന്ന് വെച്ചാൽ യോഗമായയുടെ തന്നെ മറ്റൊരു ഭൗതികമായിട്ടുള്ള അംശമാണ് മഹാമായ എന്ന് പറയുന്നത്. അതായത് ഈ ഭൗതിക ലോകത്ത് ഭക്തന്മാരെ, ജീവാത്മാക്കളെ ഭഗവാന്റെ വിസ്മൃതിയിലേക്ക് കൊണ്ടുപോകുന്നത് മഹാമായ, ഭഗവാന്റെ സ്മൃതിയിലേക്ക് കൊണ്ടുപോകുന്നത് യോഗമായ. അപ്പൊ യോഗമായയുടെ തന്നെയാണ് മറ്റൊരു വശമാണ് മഹാമായ. അപ്പോൾ ഇങ്ങനെ അപ്പൊ മഹാമായ യോഗമായയുടെ തന്നെ ഒരു ഭാഗിക ശക്തിയാണ്. യോഗമായ പറഞ്ഞല്ലോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, മറ്റേ മഹാമായ നമ്മളെ ഈ ഭൗതിക ലോകത്ത് തന്നെ ഭഗവത് വിമുക്തരായിട്ടുള്ളവരെ ശിക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് അതിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ആത്മീയ ശക്തി, ഭൗതിക ശക്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ ആത്മീയ ലോകത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് യോഗമായ. ഭൗതിക ശക്തിയുടെ ഭൗതിക ലോകത്തിന്റെ കൈകാര്യം ചെയ്യുന്നതാണ് മഹാമായ. എത്രത്തോളം നമ്മൾ ഭഗവാനോട് അടുത്തിരിക്കുന്നുവോ അത്രത്തോളം നമ്മൾ യോഗമായയുടെ അണ്ടറിലാണ്. എത്രത്തോളം നമ്മൾ ഭഗവാനിൽ നിന്നും വിമുഖരായിട്ട് അകന്നിരിക്കുന്നുവോ അത്രയും നമ്മൾ മഹാമായയുടെ പിടിയിലാണ്. ഇത് രണ്ടാണ്. ഇത്രയും കൂടെ പറഞ്ഞോണ്ട് ഹരിബോൾ. ഹരേ കൃഷ്ണ. ഒന്ന് പറഞ്ഞുതരാമോ മാതാജി? ഏതിന്റെയാ ഇത്? ഏതപ്പോ ഇത് ഏത് ഭാഗമാണ് എടുത്തത്? ദശമസ്കന്ധം 4 എന്ന് പറഞ്ഞല്ലോ. ആ അതെ. അല്ല മാതാജി, ഇത് കൃഷ്ണ ബുക്കിലാണ്. കൃഷ്ണ ബുക്കിലെ 4-ാമത്തെ അധ്യായം. പക്ഷെ ശ്രീമദ് ഭാഗവതത്തിലും ഇത് ദശമസ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായമാണ്. ശ്ലോകങ്ങൾ ഇതിലില്ല അല്ലേ? ശ്ലോകങ്ങൾ കൃഷ്ണ ബുക്കിൽ ശ്ലോകങ്ങളില്ല. മറ്റേ അതിൽ വേണമെങ്കിൽ ഞാൻ ശ്ലോകങ്ങൾ പറഞ്ഞു തരാം. വേണോ? ഇതാണ് ഇത് പറയുന്നത്, വിവരിക്കുന്നത് ഏത് ശ്ലോകങ്ങളിലാണെന്ന് അറിയാനേ. ശ്ലോകങ്ങള് അത് 4-ാമത്തെ ചാപ്റ്ററിൽ ഫസ്റ്റ് തൊട്ട് നോക്കിക്കോളൂ മാതാജി. ഫസ്റ്റ് ബഹിരന്തപുരദ്വാര സർവപൂർവ്വവൃത തതോ ബാലധ്വനിം കൃത്വ ഗൃഹബാല സമുജ്ജിത അല്ലേ? ശുഗവാച എന്ന് പറയുന്നുണ്ട്. കൃഷ്ണാവതാരാണോ പറയണേ? കൃഷ്ണാവതാരം കഴിഞ്ഞു. കൃഷ്ണാവതാരം കഴിഞ്ഞല്ലേ ഭഗവാനെ. ഇതായത് 44 ശ്ലോകങ്ങളുണ്ട് ഈ അധ്യായത്തില് കംസന്റെ ക്രൂരകൃത്യങ്ങളില്. അതില് 1-ാമത്തെ തൊട്ട് പിന്നെ ശ്രീ ശുഗ ഉവാച എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടല്ലോ, ഒന്ന് നോക്കിക്കാൻ അറിയാൻ പറ്റും. ബഹിരന്തപുരദ്വാര സർവ പൂർവ്വ ബാലധ്വനി ശ്രുത്വ ഗൃഹബാല സമുദ്രിത. അതായത് ആ കുട്ടിയുടെ സൗണ്ട് കേട്ടപ്പോ തന്നെ ശുഗദേവ് ഗോസ്വാമി പറഞ്ഞു കൊടുക്കാണ് പരീക്ഷത്തിന്. പരീക്ഷിത്ത് രാജാവെ, ആ ഗൃഹത്തിനകത്തും പുറത്തുമുള്ള കവാടങ്ങളൊക്കെ മുൻപ് അടഞ്ഞു കിടന്നിരുന്നു അല്ലെ? ഭഗവാനെ കൊണ്ട് പോയപ്പോഴത്തേക്ക് അടഞ്ഞു കിടന്നിരുന്നു. പക്ഷെ അന്ധവാസികൾ എല്ലാവരും തന്നെ ഉറങ്ങി. പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ കരച്ചിൽ കേട്ടിട്ട് അവരെല്ലാം ഉണർന്നെണീറ്റു. അവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാ 44 ശ്ലോകങ്ങളിലൂടെ ഈ ഫുള്ള് ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ന ശ്ലോകമൊന്നും എടുത്ത് പറയാൻ പറ്റില്ല മാതാജി. അതില് വസുദേവ ഉവാചയുണ്ട്, വസുദേവര് കംസനോട് പറയുന്നുണ്ട്, കംസൻ ദേവകിയോട് പറയുന്നുണ്ട്. അതെല്ലാം ഈ 44 ശ്ലോകങ്ങളിലൂടെ കിടക്കുന്നു.
അതൊന്നും മാതാജി ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഹരേ കൃഷ്ണ മാതാജി. ഏത് സ്കന്ധാണ്? ആദ്യത്തെ സ്കന്ധത്തിലാണ്? ദശമസ്കന്ധം. ദശമസ്കന്ധം മാതാജി. 10ാമത്തെ സ്കന്ധം, അധ്യായം 4. അധ്യായം 3-ലാണ് ഭഗവാന്റെ അവതാരം. കൃഷ്ണാവതാരം 3-ലാണ്. 4-ലാണ് ഈ കംസന്റെ ചിന്താഗതികളും കംസൻ ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ അസുരന്മാരുമായിട്ട് ആലോചിക്കുന്നതും ദേവകി വസുദേവന്മാരോട് യാചിക്കുന്നതും അഭ്യർത്ഥന നടത്തുന്നതും മാപ്പപേക്ഷിക്കുന്നതും ഒക്കെ ആയിട്ട് ഈ 44 ശ്ലോകങ്ങളിലായിട്ട് വിവരിച്ചിട്ടുണ്ട്. അത് ദശമസ്കന്ധം. ബാലകം അംബുജേക്ഷണം ചതുർഭുജം ചന്ദ്രഗദാരുധായുധം ശ്രീവത്സവക്ഷം ലക്ഷ്മം വളശോഭികൗസ്തുഭം പീതാംബരം വൈഡൂര്യ കിരീടകുണ്ടല തിശാപരിശക്ത സഹസ്രകുന്തളം ഉദ്ധാമകാഞ്ചൻ ഗതകങ്കണാദിവിർ വിരോചമാനം വസുദേവ ഐക്ഷത. വസുദേവരും ദേവകിയും കണ്ടു. ഐക്ഷത മീൻസ് അവര് കണ്ടു, ഡയറക്ട്ലി കണ്ടു. ചക്ര ഗദാ പത്മധാരിയായിട്ട് അവരുടെ മുന്നിൽ ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് അവര് കണ്ടു. പക്ഷെ പെട്ടെന്ന് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിച്ചു കൊടുത്തതെന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് പുത്രനായി ജനിക്കാം എന്നുള്ളത് ഭഗവാൻ കൊടുത്തിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെയാണ്, വിഷമിക്കേണ്ട. അവരുടെ 3 ജന്മങ്ങളൊക്കെ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞു കാണുമല്ലേ. സുതപസ്സും കൃഷ്ണിയായിട്ടുള്ള കൃഷ്ണഗർഭൻ ജനിച്ചതും വാമന ഉപേന്ദ്രനായിട്ട് പിന്നെ ജനിച്ചതും ഇപ്പൊ 3ാമത്തെ ജന്മമാണ് ഇവരുടെ വസുദേവരും ദേവകിയായിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ കംസൻ ഭഗവാനെ കൊല്ലാനായിട്ടുള്ള പ്ലാൻ ഇടുന്നത്. അതാണ് ഇന്നത്തെ അധ്യായം. അത് ഈ 44 ശ്ലോകങ്ങളാണ്. അത് വായിച്ചാൽ മനസ്സിലാവും. കൃഷ്ണ ബുക്കിൽ കൊടുത്തിരിക്കുന്ന മാതാജി ഇന്ന് എടുത്തത്. അത് ഷോർട്ടായിട്ടേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഭാഗവതത്തില് ഈ 4ാമത്തെ ചാപ്റ്ററിൽ വിശദമായിട്ട് 44 ശ്ലോകങ്ങളിലൂടെ അത് വിവരിച്ചിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ. ഹരേ കൃഷ്ണ. നമ്മുടെ സമയം ആയി. അപ്പൊ ഇനി എനിക്കൊന്ന് റീഡിങ് ഉണ്ടോ? ഭഗവത്ഗീത റീഡിങ്. അതുകൊണ്ടിട്ട് നമുക്ക് നേരത്തെ നിർത്തേണ്ടി വരും. എന്താ ഉണ്ടോ മാതാജി? ഹരിബോൾ. ഇന്ന് ഭഗവത്ഗീത റീഡിങ് ഇല്ലേ? സമയം പോയത് കൊണ്ടാണോ അതോ ഇല്ലേ? ഭഗവത്ഗീത റീഡിങ്ങിന്റെ സമയമാണ് ഇപ്പൊ ഇത്. ഈ സമയത്ത് 8 to 9 വരെയാണ് ക്ലാസ്സോ? അത് കഴിഞ്ഞിട്ടാണോ ഇപ്പൊ ഭഗവത്ഗീത റീഡിങ്? ഇല്ല മാതാജി, ഇന്ന് ഭഗവത്ഗീത ഇല്ല. ഇല്ല. എല്ലാ ഇത് മാത്രമേ. ഓക്കെ. അപ്പൊ ഇനി ഇതിൽ കുറച്ചായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഭഗവത്ഗീത റീഡിങ് ഉള്ളത് കൊണ്ടിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കാം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ മാതാജി. മാതാജി മായാദേവി